എവരിവൺ. അപ്പം ഇന്ന് നമ്മള് കാൽക്കുലസിലെ ആദ്യത്തെ ബ്ലോക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മളെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രിലിമിനറി കോൺസെപ്റ്റ് ആണ്. ഈ ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സെറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ന്യൂ വേർഡ് ആണ്, സെറ്റ് എന്നുള്ള ന്യൂ വേർഡ് ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്, എന്താണ് സെറ്റ്, സെറ്റിന്റെ ഡിഫറൻസ് ഓപ്പറേഷൻസ്, അതേപോലെ സെറ്റിലെ ഓപ്പറേഷൻസിൽ ഒരുപാട് ലോസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതിന്റെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ. നമ്മളെ ഈ ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ ആദ്യം ഒരു സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കും. അതായത് എന്താണ് ഒരു സെറ്റ് എന്ന് നമ്മൾ പഠിക്കും. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ലിസ്റ്റിംഗ് മെത്തേഡ്, അനദർ വൺ ഈസ് പ്രോപ്പർട്ടി മെത്തേഡ്. പിന്നെ ഫൈനൈറ്റ് സെറ്റ്സ് എന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ്സ് എന്താണ്, അതിന്റെയൊക്കെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. പിന്നെ സെറ്റ്സിന്റെ റിലേഷൻഷിപ്പ്, അതായത് ഡിഫറെന്റ് സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അതാണ് പിന്നെ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പിന്നെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട് സെറ്റ്സിലെ, കോംപ്ലിമെന്റേഷൻ, ഇന്റർസെക്ഷൻ, യൂണിയൻ ആൻഡ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഈ 4 ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ 2 ലോസ്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ്, അതേപോലെ ഡിമോർഗൻ ലോ. ഇതൊക്കെ സെറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വരുന്നത് എന്താണ്, സെറ്റ്. എന്താണ് ഒരു സെറ്റ്? സെറ്റ് എന്താണെന്ന് പറയുന്നതിന്റെ മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് കളക്ഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയുണ്ട്, കളക്ഷൻ ഓഫ് കോയിൻ കളക്ഷൻ പറയാറുണ്ട്. അതേപോലെ ഫുട്ബോൾ ഇൻട്രസ്റ്റഡ് ഉള്ള കുറച്ച് ആൾക്കാർ, അതൊരു കളക്ഷൻ ആണ് അല്ലെ. അതേപോലെ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ, അത് മറ്റൊരു കളക്ഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ റിയൽ ലൈഫിൽ പറയാറുണ്ട്. പക്ഷെ മാത്സിലോട്ട് വരുമ്പോൾ ഈ കളക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വെറുതെ നമ്മൾ ചുമ്മാ സെറ്റ് പറയുന്നില്ല, അതിന് ഡെഫിനിറ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. അതാണെന്ത്, എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഈസ് കാൾഡ് എ സെറ്റ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സെറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ പറയാം ഒരു മ്യൂസിയത്തിലെ കോയിൻ കളക്ഷൻ, ഇതിനെ നമുക്ക് എങ്ങനെ പറയാം, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. ഇതൊരു സെറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് ആ മ്യൂസിയത്തിലെ ഏതെങ്കിലും ഒരു കോയിന് നമ്മളെ കയ്യിൽ കിട്ടാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കോയിന് ആ മ്യൂസിയത്തിലെ കോയിൻ കളക്ഷനിലുള്ള ഒരു കോയിൻ ആണ്. ആർക്ക് വേണമെങ്കിലും പറയാം അല്ലെ, ഏത് കണ്ടീഷനിലും പറയാം. ആർക്ക് എവിടെ വന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ കോയിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഒരു സെറ്റിനെ വെറുതെ ഒരു കളക്ഷൻ മാത്രം ഒരു സെറ്റിനെ പറയാൻ പറ്റില്ല. എന്തുകൂടി വേണം, ഒരു ക്ലിയർ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സെറ്റ് എന്ന് പറയും. ഇനി മാത്സിലോട്ട് വരുമ്പോൾ ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓഫ് സെറ്റ്സ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്താണ്, സെറ്റ്സിന്റെ എക്സാമ്പിൾ ആണ്. അതിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, n വെച്ചിട്ടാണ്. അതേപോലെ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്, ഇന്റിജേഴ്സ് അറിയാം 1 2 -1 2 0. ഇന്റിജേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് z ആണ്. ഇനിയും ഒരുപാട് സെറ്റ്സ് ഉണ്ട്. നമുക്ക് എന്ത് പറയാം, Q. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം, സെറ്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും പറയാം എന്ത്, R. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന് നമ്മൾ എന്താണ്, സെറ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനേഷൻ നോക്കാം. An object that belongs to a set is called an element or member of that set. ഒരു സെറ്റിലെ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സെറ്റിലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കോയിൻ കളക്ഷൻ എന്ന് പറഞ്ഞു, ആ കോയിൻ കളക്ഷനിലെ ഒരു കോയിനെ നമ്മൾ എന്ത് വിളിക്കാം, മെമ്പർ അല്ലെങ്കിൽ എലമെന്റ്. മെമ്പർ ഓഫ് എ സെറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എലമെന്റ് ഓഫ് എ സെറ്റ്. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം, 1 2 3 4 5 6 എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 3 എന്നുള്ള ഒരു നമ്പർ എടുത്താൽ ആ 3നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സെറ്റിലെ ഒരു എലമെന്റ് ആണ് എന്ത്, 3 എന്ന് പറയുന്ന നമ്പർ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ഒന്നെടുക്കുക, നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് തന്നെ എടുക്കുക. നാച്ചുറൽ നമ്പേഴ്സ് അറിയാം 1 2 3 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാണ് -2. -2 ഈ നാച്ചുറൽ നമ്പറിലുള്ള ഒരു എലമെന്റ് ആണ്, അല്ല. -2 എന്തല്ല, നാച്ചുറൽ നമ്പറിലുള്ള എലമെന്റ് അല്ല. ഇപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മൾ ബിലോങ്സ് ടു, വി സിംബോളിക്കലി റൈറ്റ് ദാറ്റ്. ഒരു സെറ്റിലെ എലമെന്റ് എ ആണെന്നുള്ളതിന് നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് എന്ത്, ഈ എ ബിലോങ്സ് ടു എ എന്ന് പറയുന്ന ഇത്. ഇതിന് എ ബിലോങ്സ് ടു എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എ എന്നുള്ള എലമെന്റ് ഏത് സെറ്റിലെ എലമെന്റ് ആണ്, ഈ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2
ബിലോങ്സ് ടു എന്തെന്ന് പറയാൻ പറ്റും? നാച്ചുറൽ നമ്പർ n എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ഈ 2 എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇതുകൂടി പറഞ്ഞൂടെ, -2 ഡസിൻ ബിലോങ്സ് ടു n. അതായത് എന്താണ്, -2 എന്ന് പറയുന്ന നമ്പർ നാച്ചുറൽ നമ്പറിൽ ഉള്ളതാണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? -2 ഡസിൻ ബിലോങ്സ് ടു n എന്ന് പറയാം. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇഫ് എ ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ എന്ന് പറയുന്ന ഒരു സെറ്റിലെ എലമെന്റ് അല്ല എ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? എ ഡസൻ ബിലോങ്സ് ടു എ. അതിനെ നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഇത്. ഡസൻ ബിലോങ്സ് ടു. ഡസൻ ബിലോങ്സ് ടു ഈ സിമ്പിളും ബിലോങ്സ് ടു എന്നുള്ളതിന് ഈ സിമ്പിളും നമ്മൾ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കാം. ഒരു സെറ്റിൽ ഒരു എലമെന്റും ഇല്ല. എ സെറ്റ് വിച്ച് ഹാസ് നോ എലമെന്റ് ഈസ് കാൾഡ് എംപ്റ്റി സെറ്റ്. അതായത് ഒരു സെറ്റിൽ ഒരു എലമെന്റും ഇല്ലെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എംപ്റ്റി സെറ്റ്, അല്ലെങ്കിൽ വോയിഡ് സെറ്റ്, അല്ലെങ്കിൽ നൾ സെറ്റ്. അതിനെ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഈ 5 എന്നുള്ള നമ്പർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ 5 എന്ന് പറയുന്ന നമ്മൾ യൂഷ്വലി ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു സെറ്റ് എ, സെറ്റ് ബി. ഇപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ എന്ത് വിളിച്ചു? n. റാഷണൽ നമ്പേഴ്സിനെ r എന്ന് വിളിക്കാം. അതേപോലെ ഇന്റിജേഴ്സിനെ സെറ്റ്. അങ്ങനെ എല്ലാ സെറ്റിനും നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അപ്പം ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിന് നമ്മൾ ഉപയോഗിക്കുക എന്ത് വെച്ചിട്ടാണ്? 5 എന്നുള്ള നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംപ്റ്റി സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റെങ്കിലും ഉണ്ടെങ്കിൽ ആ സെറ്റിനെ നമുക്ക് എന്ത് പറയാം? നോൺ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ആ സെറ്റിനെ നമ്മൾ നോൺ എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കും. ഇനി സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാണ് എന്ത്? ലിസ്റ്റിംഗ് മെത്തേഡ്. അപ്പൊ എന്താണ് ലിസ്റ്റിംഗ് മെത്തേഡ് എന്ന് നോക്കാം. ലിസ്റ്റിംഗ് മെത്തേഡ് നെയിം പോലെ തന്നെ എന്താണ്? സിമ്പിൾ ആണ്. നമ്മൾ മെത്തേഡ്സ് നമ്മൾ ഓരോ എലമെന്റ്സ് ആ സെറ്റിലെ ഓരോ മെമ്പേഴ്സിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ലിസ്റ്റ് ചെയ്യുന്നു. അതായത് സിമ്പിൾ. നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക? ജസ്റ്റ് കോമട്ട് ലിസ്റ്റ് ചെയ്യല്ലേ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഈ കേർലി ബ്രാക്കറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ലിസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഫാക്ടേഴ്സ് ഓഫ് 10. 10ന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്, അതാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം 10ന്റെ ഫാക്ടേഴ്സ് എന്താണ്? 1 10ന്റെ ഫാക്ടർ ആണ്. നെക്സ്റ്റ് 2 10ന്റെ ഫാക്ടേഴ്സ് ആണ്. 3 10ന്റെ ഫാക്ടർ ആണ്? അല്ല. നെക്സ്റ്റ് പിന്നെ 10ന്റെ ഫാക്ടർ വരുന്നത് ഏതാണ്? 5 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതൊക്കെ എന്താണ്? 10ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഈ കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റിനെ എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം എംപ്റ്റി സെറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു എന്ന് പറഞ്ഞു? എംപ്റ്റി സെറ്റിനെ നമ്മൾ 5 എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ 5 എന്നുള്ള രീതിയിൽ എംപ്റ്റി സെറ്റിനെ റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിനെ ലിസ്റ്റിംഗ് മെത്തേഡിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ജസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ്സ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? 5 എന്നുള്ള സെറ്റ് കിട്ടും. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഇടയിൽ ഒരു എലമെന്റും ഇല്ല. ഒരു എലമെന്റും ഇല്ലാത്ത എംപ്റ്റി സെറ്റിനെ നമുക്ക് 5 എന്ന് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ ഈ ജസ്റ്റ് ഈ സിമ്പിൾ മാത്രം ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടി മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ മെത്തേഡ്. ഇതെന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? ഒരു കോമൺ ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു 10ന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് മെത്തേഡിൽ ഇങ്ങനെ 1 2 5 10 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തത്? ലിസ്റ്റ് ചെയ്തത്. പക്ഷെ ഇതിനൊരു കോമൺ ഡെഫിനിഷൻ വെച്ച് കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോപ്പർട്ടി മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ നോക്കുക, അപ്പൊ കൂടുതൽ മനസ്സിലാവും. The set T of all natural numbers, which are multiples of 5. എന്താണ് ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്? 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സ്. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയാണ് ഇവിടെ എന്ത് വിളിച്ചിട്ടുള്ളത്? ടി എന്ന് പറയുന്ന സെറ്റ് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിന്റെ ലിസ്റ്റിംഗ് മെത്തേഡ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ നമ്മൾ അതിന്റെ ലിസ്റ്റിംഗ് മെത്തേഡ് ലിസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ എങ്ങനെ എഴുതാം? ഇപ്പൊ ടി എന്ന് പറയുന്ന ഒരു സെറ്റ് ആണെന്ന് വിചാരിക്കുക. ടി ഇസ് ഈക്വൽ ടു സെറ്റ്. എന്താണ് നമ്മൾ പറഞ്ഞത്? 5ന്റെ എല്ലാ മൾട്ടിപ്പിൾസും. അപ്പൊ 5ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്താണ്? 5. നെക്സ്റ്റ് എന്താ വരിക? 10. പിന്നെ വരിക 15. പിന്നെ വരിക 20. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോകും.
അപ്പം ഇതാണ് എന്ത് സെറ്റ് ടി എന്ന് പറയുന്നത്. ഇത് ഏത് ടൈപ്പിലാണ്? ലിസ്റ്റിംഗ് മെത്തേഡിലാണ്. പക്ഷെ നമ്മൾ സെറ്റ് ബിൽഡർ മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ അറിയാതിന് എഴുതാം? സെറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് എന്ന് പറയുന്ന ഒരു എണ്ണുണ്ട് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. എക്സ് എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ? സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഒരു ലൈൻ ഇട്ടില്ല അല്ലെങ്കിൽ 2 ഡോട്ട്, ഇതിനെ നമ്മൾ വിളിക്കുക സച്ച് ദാറ്റ് എന്നാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. എക്സ് എന്ന് പറയുന്നത് എങ്ങനത്തെ നാച്ചുറൽ നമ്പർ ആണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം ഇതാണ് എന്ത് സെറ്റ് ബിൽഡർ മെത്തേഡിൽ. അപ്പം ലിസ്റ്റിംഗ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ 5ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോവാം. 5, 10, 15, 20 അങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ സെറ്റ് ബിൽഡർ മെത്തേഡിൽ എത്തുമ്പോൾ നമ്മൾ ഒരു ഡെഫിനിഷൻ പോലെ കൊടുക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സെറ്റ് രണ്ടിലും ടി എന്താണ്? സെയിം ആണ്, 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവം. പക്ഷെ നമ്മൾ ആ ഒരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി എന്താണ്? ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് 2 മെത്തേഡ് വന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. 2 സെറ്റ്സ്, 2 സെറ്റ്സ് എസ് ആൻഡ് ടി ആർ കാൾഡ് ഈക്വൽ. 2 സെറ്റ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി എലമെന്റ് ഓഫ് എസ് ഈസ് ആൻ എലമെന്റ് ഓഫ് ടി ആൻഡ് എവറി എലമെന്റ് ഓഫ് ടി ഈസ് ആൻ എലമെന്റ് ഓഫ് എസ്. അതായത് 2 സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇപ്പൊ ടി എന്ന് പറയുന്ന സെറ്റ് എസ് എന്ന് പറയുന്ന സെറ്റിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എസിലെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവണം? ടിയിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ ടിയിലെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവണം? എസിലും ഉണ്ടാവണം. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. എസ് എന്ന് പറയുന്നത് 1, 2, 3, 4. അതേപോലെ ടി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 1, 2, 2, 3, 4, 4. ഈ 2 സെറ്റും ഈക്വൽ ആണ്. യെസ്, ഈ 2 സെറ്റും എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ ഓരോ എലമെന്റ് നോക്കാം. എസിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4. ഈ 1, 2, 3, 4 എന്നുള്ളത് ഏതിലും കൂടി ഉണ്ട്? ടിയിലും കൂടി ഉണ്ട്. പക്ഷെ ടിയില് നമ്മൾ റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ടിയില് 2 2 വന്നു, അതേപോലെ 2 4 വന്നു. സെറ്റിന്റെ കാര്യത്തില് ഒരേ നമ്പർ 2 പ്രാവശ്യം വരുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തല്ല? കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പൊ നമ്മൾ സെറ്റിൽ ഈ 2 2 എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, ഒരു 2 എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഈ 2 സെറ്റ് എന്താണ്? ഈക്വൽ ആണ്. അതേപോലെ വേറൊരു കാര്യമാണ്, ഇപ്പൊ ഇവിടെ 1 2 3 4 എന്നാണ്. പക്ഷെ നമ്മൾ ടി എന്നുള്ള സെറ്റിനെ അഥവാ 4 3 2 1 ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഈ 2 സെറ്റും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ സെറ്റില് റിപ്പീറ്റ് ചെയ്യുന്നതിലും പ്രശ്നമല്ല, അതേപോലെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിലും എന്തില്ല? കുഴപ്പമില്ല. അപ്പൊ എന്താണ്? അപ്പോഴും നമുക്ക് എന്ത് പറയാം? 2 സെറ്റ്സ് ഈക്വൽ ആണെന്നുള്ളത് പറയാം. നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഡിസ്ക്രൈബ് ദ ഫോളോവിങ് സെറ്റ്സ് ബൈ ദ ലിസ്റ്റിംഗ് മെത്തേഡ് ഇഫ് പോസിബിൾ. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് റോസ്റ്റർ എന്തിൽ ഫോമിലാണ്? സെക്കൻഡ് ഫോമിലാണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്തിലേക്ക് മാറ്റണം? ലിസ്റ്റിംഗ് മെത്തേഡിലേക്ക് മാറ്റണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു സെറ്റ് എക്സ് ഇസ് ദ ലാർജസ്റ്റ് നെഗറ്റീവ് നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണെന്ന് മനസ്സിലായി. പക്ഷെ ആ ഇന്റിജർ എങ്ങനത്തെ ഇന്റിജർ ആണ്? ലാർജസ്റ്റ് നെഗറ്റീവ് ഇന്റിജർ ആണ്. നമുക്കറിയാം ലാർജസ്റ്റ് നെഗറ്റീവ് ഇന്റിജർ എന്ന് പറയുന്നത് ഏതാണ്? മൈനസ്. ലാർജസ്റ്റ് നെഗറ്റീവ് ഇന്റിജർ എന്ന് പറയുന്നത് ഏതാണ്? -1. അപ്പം ഇതിന്റെ ലിസ്റ്റിംഗ് മെത്തേഡിൽ നമുക്ക് ഈ സെറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സെറ്റ് -1. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ് ബിലോങ്സ് ടു സെറ്റ് സച്ച് ദാറ്റ് 3x - 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 19. അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. 3x - 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 19. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് കിട്ടും? 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 19. ഈ -5ന് ഇവിടെ എത്തുമ്പോൾ +5. അപ്പം 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 19 + 5 24. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. 8നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ നമ്പേഴ്സും, അതായത് എല്ലാ ഇന്റീജർ നമ്പേഴ്സും ഉള്ളതാണ് ഈ സെറ്റ്. അപ്പം 8നേക്കാളും ചെറുതായിട്ടുള്ള ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് വരും? നെഗറ്റീവ് നമ്പേഴ്സ് വരും. അപ്പൊ നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് എന്തില്ല. അപ്പൊ നമുക്ക് -2 -1 0 1 2 എക്സെട്ര ഏത് വരെ പോവും? ഈ നമ്പർ 8 വരെ പോവും അല്ലെ? അപ്പം ഈ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വരെയുള്ള നമ്പേഴ്സ് ആണ് ഈ നമ്പറിന്റെ ലിസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ചെക്ക് ചെയ്യാം. ഡിസ്ക്രൈബ് ദ ഫോളോവിങ് സെറ്റ്സ് ബൈ പ്രോപ്പർട്ടി മെത്തേഡ് ഇഫ് പോസിബിൾ. അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ളത് ലിസ്റ്റിംഗ് മെത്തേഡ് ആണ്. ഇനി നമ്മൾ എന്ത് മാറ്റണം? ഇതിനെ പ്രോപ്പർട്ടി മെത്തേഡിലേക്ക്
ചേഞ്ച് ചെയ്യും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടുത്തെ നമ്പേഴ്സ് എന്താണ്? 1, 4, 9, 16. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് നമ്പർ ആണ്. യെസ്, ഇതെന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇതൊക്കെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കാം? യെസ്, എക്സ് എന്ന് വിളിക്കാം. എക്സ് എങ്ങനത്തെ നമ്പേഴ്സ് ആണ്? അപ്പം എക്സ് ആണ് എക്സ് സച്ച് ദാറ്റ് എക്സ് എങ്ങനത്തെ നമ്പേഴ്സ് ആണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണല്ലേ. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒക്കെ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. എക്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. നമുക്കറിയാം എൻ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ. അപ്പം ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണ്? സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ, എൻ ബിലോങ്സ് ടു എൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? 1, 4, 9, 6ന്റെ സെറ്റ് ബിൽഡർ ഫോമില്. നെക്സ്റ്റ് നോക്കാം. -6, -4, -2, 0, 2, 4, 6 ഇങ്ങനത്തെ നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ നമ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താണ്? ഇന്റിജേഴ്സ് ആണ്. വെറും ഇന്റിജേഴ്സ് ആണ് അല്ല, ഇതൊക്കെ ഈവൺ ഇന്റിജേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എങ്ങനെയുള്ള എക്സ് ആണ്? എക്സ് ബിലോങ്സ് ടു സെറ്റ്. അതായത് എക്സ് ഏതിന്റെ എലമെന്റ് ആണ്? സെറ്റിലെ എലമെന്റ് ആണ്. കൂടാതെ എന്താണ്? എക്സ് ഈസ് ഈവൻ. അങ്ങനെ വെറുതെ ഒരു ഇന്റീജർ അല്ല, പക്ഷെ എക്സുകളൊക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സെറ്റ് വെർ എക്സ് ഈസ് ഈവൻ. അപ്പം എങ്ങനെയാണ് ലിസ്റ്റിംഗ് മെത്തേഡിൽ നിന്ന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്കും സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് ലിസ്റ്റിംഗ് മെത്തേഡിലേക്കും എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നമ്മൾ ഇതിൽ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ഡെഫിനിഷൻ നോക്കാം. എ നോൺ എംപ്റ്റി സെറ്റ് വിത്ത് ഫൈനൈറ്റ്ലി മെനി എലമെന്റ്സ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ് സെറ്റ്. ഇവിടെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് പറയുന്നത്. അതായത് ഫൈനൈറ്റ് സെറ്റ്, ഫൈനൈറ്റ്ലി മെനി എലമെന്റ് സെറ്റ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും സെറ്റ് 1, 2, 3, 4. ഇതെന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലെ? ഫൈനൈറ്റ് സെറ്റ് അല്ലേ? ഇതൊരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. അതേപോലെ ഫൈനൈറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ട്. ഫൈനൈറ്റ്ലി എത്ര എലമെന്റ്സ് ഇവിടെ ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാൻ പറ്റും. അതേപോലെ ഫൈനൈറ്റ് അല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. അതേപോലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഫൈനൈറ്റ് സെറ്റ് ഈസ് കാൾഡ് ദ കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ്. ഇപ്പൊ ഇവിടെ കൊടുത്ത സെറ്റ് നോക്കൂ, 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിന്റെ കാർഡിനാലിറ്റി എന്താണ്? 4. ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ട്? 4 എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ട്. 1, 2, 3, 4. അപ്പൊ ഈ സെറ്റിലെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 4 ആണ്. കാർഡിനാലിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഒന്നെങ്കിൽ കാർഡ് എ അല്ലെങ്കിൽ ഇങ്ങനെ മോഡിന്റെ ഉള്ളിൽ. അപ്പൊ ഈ സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. എ സെറ്റ് വിത്ത് ഓൺലി 1 എലമെന്റ് ഈസ് കാൾഡ് സിംഗിൾട്ടൺ സെറ്റ്. അതായത് നമ്മളൊരു സെറ്റ് ബി കൺസിഡർ ചെയ്യുക. ഈ സെറ്റില് ഒറ്റ എലമെന്റേ ഉള്ളൂ. അതായത് ഈ സെറ്റില് ബി എന്ന് പറയുന്ന ഒരു എലമെന്റേ ഉള്ളെങ്കിൽ ആ സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കാണ്? 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രമേ ഈ സെറ്റിലുള്ളെങ്കിൽ ഈ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിംഗിൾട്ടൺ സെറ്റ്. ഒരു സെറ്റില് സിംഗിൾ എലമെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? സബ്സെറ്റ്. എന്താണ് സബ്സെറ്റ് എന്ന് പറയുന്നത്? എ സെറ്റ് എ, ഒരു സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എവറി എലമെന്റ് ഓഫ് എ ബിലോങ്സ് ടു ബി ആൻഡ് വി ഡിനോട്ട് ദിസ് ഫാക്ട് ബൈ എ സബ്സെറ്റ് ഓഫ് ബി. അതായത് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? എ എന്ന് പറയുന്ന എയിലെ എല്ലാ എലമെന്റും എവിടെ ഉണ്ടായിരിക്കണം? ബിയില് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനെ എന്ത് പറയാൻ പറ്റും? ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്ന് പറയുന്ന സെറ്റ് 1, എ എന്നുള്ളത് 1, 2, 3 ആണെന്ന് വിചാരിക്കുക. അതേപോലെ ബി എന്നുള്ളത് 1, 2, 3, 4. ബി എന്നുള്ള സെറ്റ് 1, 2, 3, 4. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. യെസ്, പറയാൻ പറ്റും. കാരണം എന്താണ്? എയിലെ എല്ലാ എലമെന്റ്സ് എവിടെയുണ്ട്? ബിയിലുണ്ട്. 1 ബിയിലുണ്ട്, 2 ബിയിലുണ്ട്, 3 ബിയിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എ സബ്സെറ്റ് അല്ലെങ്കിൽ എ കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? എ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? ഇവിടെ ബിയിലെ ഒരു എലമെന്റ് കണ്ടോ? 4 എന്നുള്ളത്. ഈ 4 എന്ന് പറയുന്ന എലമെന്റ് എയിലുണ്ടോ? ഇല്ല. ബിയിലുള്ള ഒരു എലമെന്റ് എന്തിലില്ല?
എയിലില്ല. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അതേപോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു y ബിലോങ്സ് ടു ബി ഉണ്ട്. ആ y എന്തിലില്ല? എയിലില്ല. അപ്പൊ ഇവിടെ നമുക്ക് എ കണ്ടെയ്ൻഡ് ബി എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാൻ പറ്റും? എ ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എയിൽ ഇല്ലാത്ത ഒരു എലമെന്റ് എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പൊ നമുക്കിതിനെ എ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറയാൻ പറ്റും. എ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ബിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇതുപോലെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എക്സ് ഹാസ് ആൻ എലമെന്റ് എക്സ് വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു വൈ, ദെൻ വി സേ ദാറ്റ് എക്സ് ഇസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ വൈ. ഇത് നമ്മൾ ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെ. എക്സ് വൈ എന്നുള്ളതിന്റെ പകരം നമ്മൾ എയും ബിയും എടുക്കാം. ഇപ്പൊ എയിലുള്ള ഒരു എലമെന്റ് ബിയിലില്ല. നമ്മൾ ഈ പറഞ്ഞ സംഭവം നേരെ തിരിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എക്സ് ഈസ് ഡസിന്റ് എ സബ്സെറ്റ് ഓഫ് വൈ. ഇവിടെ എ എന്നുള്ളത് 1 2 3ക്ക് പകരം നമ്മൾ എ എന്നുള്ളത് 1 2 3 4ഉം ബി എന്നുള്ളത് 1 2 3യും ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ ഡസിൻ കണ്ടെയ്ൻഡ് ഇൻ ബി. അത്രയുള്ള ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് ആണ് വെൻ ഡയഗ്രാം. ഇപ്പൊ നമ്മൾ സെറ്റ്സിന്റെ ഒരുപാട് റിലേഷൻസ് ഇതുവരെ പഠിച്ചു. എന്താണ് സെറ്റ് എന്ന് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്, സെറ്റിനെ ലിസ്റ്റ് ചെയ്യൽ എങ്ങനെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ സെറ്റിനെ എങ്ങനെ പിക്ചോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് പഠിക്കുന്നത്. അതായത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? വെൻ ഡയഗ്രാംസ് എന്ന് പറയാം. ദ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് ആൻഡ് ദെയർ റിലേഷൻ യൂസിങ് സിമ്പിൾ ഡയഗ്രാംസ് ആർ കാൾഡ് വെൻ ഡയഗ്രാംസ്. അപ്പൊ നമ്മളൊരു വെൻ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ആ സെറ്റ്സുകളും ആ സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ച വെൻ ഡയഗ്രാം നോക്കൂ. നമ്മളൊരു വെൻ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? ഒരു യൂണിവേഴ്സൽ സെറ്റ്. ഈ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എ സെറ്റ് ഓഫ് ബോയ്സ്, എ സെറ്റ് ഓഫ് ഗേൾസ്. ഇത് രണ്ടും ഡിഫറെന്റ് സെറ്റ് ആണ്. എ എന്നുള്ളത് സെറ്റ് ഓഫ് ബോയ്സ് ആണെന്ന് വെക്കുക, ബി എന്നുള്ളത് സെറ്റ് ഓഫ് ബി ആണ്, ഗേൾസ് ആണെന്ന് വെക്കുക. പക്ഷെ ഈ ഗേൾസ് ബോയ്സ് എല്ലാവരും എന്താണ്? ഒരു ഹ്യൂമൻ ബീങ് ആണ് അല്ലെ? അപ്പൊ ഈ ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സ് എന്ന് പറയുന്നതൊക്കെ എന്തിൽ പെടും? ഹ്യൂമൻ ബീങ്സിൽ പെടും. ഈ ഹ്യൂമൻ ബീങ്ങിന്റെ സെറ്റിനെ നമ്മൾ എന്ത് പറയാൻ പറ്റും? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. യു എന്നുള്ളതാണ് എന്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. അതായത് എല്ലാ എലമെന്റ്സിനെയും കൺസിഡർ ചെയ്യുന്ന ഒരു സെറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പൊ നമ്മള് നമ്പേഴ്സിന്റെ മാത്സിൽ വരികയാണെങ്കിൽ ഒരു സെറ്റ് ക്യൂ, അതായത് റാഷണൽ നമ്പേഴ്സ്, അതേപോലെ സെറ്റ് ഇന്റിജേഴ്സ്, ഇതിന്റെയൊക്കെ യൂണിവേഴ്സൽ നമ്പർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? റിയൽ നമ്പേഴ്സിനെ പറയാൻ പറ്റും. അതായത് റാഷണൽ നമ്പേഴ്സും ഇന്റിജേഴ്സും ഒക്കെ വരുന്ന ഒരു നമ്പർ ആണല്ലോ റിയൽ നമ്പേഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് എന്തിനെ വിളിക്കാം? റിയൽ നമ്പറിനെ വിളിക്കാം. അത്രയേ ഉള്ളൂ കാര്യം. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന വെൻ ഡയഗ്രാം ചെക്ക് ചെയ്യും. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓരോ സെറ്റിനെയും ഡിഫറെന്റ് ഷേപ്പ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എ എന്നുള്ളത് ഒരു എലിപ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ബി എന്നുള്ള സെറ്റ് സർക്കിൾ വെച്ചിട്ട്, അതേപോലെ സി ഒരു എലിപ്സ് ആണ്, ഡി ഒരു സർക്കിൾ. ഇവിടെ സി എന്ന് പറയുന്നത് ബിനോടും ഡിനോടും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സി എന്ന് പറയുന്ന സെറ്റിൽ ഉള്ള എലമെന്റ് എന്തിലുണ്ട്? ബിയിലും ഉണ്ട്. അതേപോലെ സി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ഏതിലും ഉണ്ട്? ഡിയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ഒരു ഈ ഓവർലാപ്പിംഗ് വന്നത്. പക്ഷെ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക എന്താണ്? ഈ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സും ബി എന്ന സെറ്റിലെ എലമെന്റ്സും കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്. ഒരു തമ്മിൽ എന്തല്ല? ഒരു മ്യൂച്വൽ കണക്ഷനും ഇല്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റും ഡി എന്ന് പറയുന്ന എലമെന്റ്സിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്തിലുണ്ട്? സിയിലും ഉണ്ട്. അപ്പൊ ആ മൂന്ന് സെറ്റുകളും തമ്മിലും എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വെൻ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും. അതായത് ഒരുപാട് റിലേഷൻഷിപ്പിനെ പിക്ചോറിയൽ ആയിട്ട് സിമ്പിൾ ഡയഗ്രാംസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വെൻ ഡയഗ്രാംസ് എന്ന് വിളിക്കുക. ഇനി സെറ്റിലെ ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു. നമുക്ക് 4 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്: കോംപ്ലിമെന്റേഷൻ, ഇന്റർസെക്ഷൻ, യൂണിയൻ ആൻഡ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. നമ്മൾ ഫസ്റ്റത്തെ ഓപ്പറേഷൻ വരുന്നത് എന്താണ്? കോംപ്ലിമെന്റേഷൻ. എന്താണ് സെറ്റിന്റെ കോംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നോക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്. എയും ബിയും എന്താണ്? രണ്ട് സെറ്റ് ആണ്. ദ കോംപ്ലിമെന്റ് ഓഫ് എ ഇൻ ബി, അതായത് കോംപ്ലിമെന്റ് ഓഫ് എ ഇൻ ബിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ബി കോംപ്ലിമെന്റ് എ. നമ്മൾ സച്ച് ദാറ്റിന് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ ആണെങ്കിൽ ഇവിടെ ഒരു സ്ലാന്റ് ലൈൻ ബി മൈനസ് എ. ഇതിനെ നമ്മൾ എങ്ങനെയാ വിളിക്കാം? ബി കോംപ്ലിമെന്റ് എ. ബി മൈനസ് എ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബി കോംപ്ലിമെന്റ് എ എന്ന് വിളിക്കാം.
ബി മൈനസ് എ അല്ലെങ്കിൽ ബി കോംപ്ലിമെന്റ് എ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആ സെറ്റ് എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് ഡസൻ ബിലോങ്സ് ടു എക്സ് ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് എക്സ് ഡസൻ ബിലോങ്സ് ടു എ. അപ്പൊ ബി മൈനസ് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് എങ്ങനത്തെ എലമെന്റ്സ് ആയിരിക്കും? ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ്, എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ എന്ത് പറയാ? ബി മൈനസ് എ. അതേപോലെ തന്നെ എ മൈനസ് ബി ഓർ എ കോംപ്ലിമെന്റ് ബി എന്നാണെങ്കിൽ ആ സെറ്റ് എങ്ങനത്തെ സെറ്റ് ആയിരിക്കും? എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കും, പക്ഷെ എന്തിലുണ്ടാവില്ല? ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവില്ല. അപ്പം എ മൈനസ് ബി എന്ന് പറയുന്ന സെറ്റ് എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് ഡസൻ ബിലോങ്സ് ടു ബി. അങ്ങനെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് ബി എന്ന് പറയുന്ന സെറ്റിനെ ഡിഫൈൻ ചെയ്യുക. ഇൻ ദ സ്പെഷ്യൽ കേസ് വെൻ ബി ഇസ് ദ യൂണിവേഴ്സൽ സെറ്റ്. ബി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു എല്ലാത്തിനെയും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. അപ്പൊ ബി എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിൽ ബി മൈനസ് എ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? യു മൈനസ് എ എന്ന് പറയാൻ പറ്റും. അതായത് യുയിൽ ഉണ്ട്, പക്ഷെ എന്തിലില്ല? എയിലില്ല. ഇവിടെ നോക്കൂ, യു എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണ്, എ എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുള്ള ഒരു സബ്സെറ്റ് ആണ്. അപ്പം യു മൈനസ് എ എന്ന് പറഞ്ഞാല് യുയിലുണ്ട്, പക്ഷെ എന്തിലില്ല? എയിലില്ല. അപ്പൊ ഈ എന്റെ പുറഭാഗത്തുള്ള ഈ ഭാഗമാണ് എന്ത്? യു മൈനസ് എ അഥവാ യു കോംപ്ലിമെന്റ് എ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും എന്നറിയോ? എ കോംപ്ലിമെന്റ് ഓർ എ ഡാഷ്. അതിനെ ഡിനോട്ട് ചെയ്യാ എ ഡാഷ് ഓർ എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ഈ എ എന്ന് പറയുന്ന സെറ്റിന്റെ പുറത്തുള്ള എലമെന്റ്സ്, അതായത് യുവിന്റെ അണ്ടറിലാവണം, പക്ഷെ എയിലറ്റ് ഉണ്ടാവാനും പാടില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എ കോംപ്ലിമെന്റ് എന്ന് പറയാം. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ പഠിച്ച വെൻ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെന്റ് ദ ഫോളോവിംഗ് സെറ്റ്സ് ഇൻ വൺ വെൻ ഡയഗ്രാം. ദ സെറ്റ് പി ഓഫ് ആൾ പ്രൈം നമ്പേഴ്സ്, ദ സെറ്റ് സെറ്റ് ആൻഡ് ദ സെറ്റ് ക്യൂ മൈനസ് സെറ്റ്. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സെറ്റ് പി ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്, ദ സെറ്റ് സെറ്റ് ആൻഡ് ദ സെറ്റ് ക്യൂ മൈനസ് സെറ്റ്. ഇതിന്റെ വെൻ ഡയഗ്രാം ആണ് നമുക്ക് വരക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം, ഒരു വെൻ ഡയഗ്രാം നമ്മൾ വരക്കുമ്പോൾ നമുക്ക് ആദ്യം എന്ത്? ഒരു യൂണിവേഴ്സൽ സെറ്റ് വേണം അല്ലെ? യൂണിവേഴ്സൽ സെറ്റ്. ആ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മളൊരു റെക്ടാങ്കിൾ ആയിട്ട് എന്ത് ചെയ്യാണ്? റെപ്രസെന്റ് ചെയ്യണം. അപ്പം നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് യു, അതിനെ നമ്മൾ റെക്ടാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താണ്? ദ സെറ്റ് പി ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അതേപോലെ ആൻഡ് ദ സെറ്റ് സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലാവും, എല്ലാ പ്രൈം നമ്പേഴ്സ് എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അപ്പം എല്ലാ പ്രൈം നമ്പേഴ്സും ഇന്റിജേഴ്സ് ആകുമ്പോൾ അപ്പൊ നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഇന്റിജറിന്റെ ഒരു സെറ്റ് എടുക്കും. ഇതിന്റെ ഉള്ളിലല്ലേ പ്രൈം നമ്പർ വരുള്ളൂ. കാരണം എന്താണ്? എല്ലാ പ്രൈം നമ്പർ എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ പി എന്ന് പറയുന്ന ഈ സെറ്റ് കൊടുത്തു. അപ്പൊ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? ക്യൂ മൈനസ് സെറ്റ്. ക്യൂ മൈനസ് സെറ്റ്. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എക്സ് ബിലോങ്സ് ടു ക്യൂ സച്ച് ദാറ്റ് എക്സ് ഡസൻ ബിലോങ്സ് ടു സെറ്റ്. അതായത് എക്സ് ക്യൂവിൽ ഉണ്ടാവും, പക്ഷെ എക്സ് എന്തിലുണ്ടാവില്ല? സെഡിൽ ഉണ്ടാവില്ല. സെഡ് എന്ന് പറഞ്ഞാൽ ഇന്റിജറിൽ ഉണ്ടാവില്ല. അപ്പം ഇവിടെ സെഡ് എന്ന് പറയുന്നത് ഈ സെറ്റ് ആണ്. അപ്പം ഇതിന്റെ പുറത്തല്ല എന്തായാലും നമ്മളെ ക്യൂ മൈനസ് സെഡ് വരുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഇടാം? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യൂ മൈനസ് സെഡ്. ക്യൂ മൈനസ് സെറ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇതിന്റെ വെൻ ഡയഗ്രാം ആയിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് ദ സെറ്റ് Z മൈനസ് പി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഇസ് ദ സെറ്റ് പി മൈനസ് Z ഫൈനൈറ്റ്? ഗിവ് റീസൺ ഫോർ യുവർ ആൻസേഴ്സ്. അപ്പം നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, Z മൈനസ് പി ഫൈനൈറ്റ് ആണെന്നാ ചോദിച്ചത്. Z മൈനസ് പി എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ നമ്പേഴ്സ് ആണ്? എക്സ് ബിലോങ്സ് ടു Z സച്ച് ദാറ്റ് എക്സ് ഡസൻ ബിലോങ്സ് ടു പി. എക്സ് എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആണ്, പക്ഷെ എന്തിലുള്ള എന്തല്ല? പ്രൈം നമ്പേഴ്സ് അല്ല. അപ്പൊ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ ഇന്റിജേഴ്സിനെയും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? Z മൈനസ് പിയില് ഉൾപ്പെടുത്താൻ പറ്റും. അതിൽ എന്തൊക്കെ വരും? 0 വരും. 1 പ്രൈം നമ്പർ ആണ് അല്ല, 1 വരും. പിന്നെ അതേപോലെ കോമ്പോസിറ്റ് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പം എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഫൈനൈറ്റ് ആണ് അല്ല, എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. പ്രൈം നമ്പർ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവാണ്. അപ്പം അതേപോലെ തന്നെ അപ്പൊ ഇവിടെ ഈ സെറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണോ? ഇല്ല. എത്രണ്ണത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഐഡിയ നമുക്കുണ്ടോ? ഇല്ല. അപ്പം ഈ സെറ്റ് എന്താണ്? ഒരു ഇൻഫൈനൈറ്റ്
സെറ്റ് ആണ്. ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചത്, പി മൈനസ് സെഡ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? പി മൈനസ് സെഡിനെ നമ്മൾ എന്താ പറയാ, എക്സ് ബിലോങ്സ് ടു പി സച്ച് ദാറ്റ് എക്സ് ഡസൻ ബിലോങ്സ് ടു സെഡ്. എക്സ് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്, പക്ഷെ എക്സ് എന്തല്ല, ഇന്റിജർ അല്ല. ഇന്റിജർ അല്ലാത്ത ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പം ഈ സെറ്റിൽ എന്തില്ല, ഒറ്റ എലമെന്റ്സും ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെന്ത് പറയാം, ഫൈ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ബ്രേസ് മാത്രം ഇടാം, അല്ലെങ്കിൽ ഫൈ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ബി എനി സെറ്റ്, ഗിവ് ദ സെറ്റ്സ് എ മൈനസ് എ, ഫൈ മൈനസ് എ മൈനസ് ഫൈ, എ കോംപ്ലിമെന്റ്, ഹോൾ കോംപ്ലിമെന്റ്. ഇതിന്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കാം, എ മൈനസ് എ. എ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്തിലുണ്ട് എന്ന് പറയാൻ പറ്റും, എക്സ് എയിലുണ്ട് സച്ച് ദാറ്റ് എക്സ് എന്തിലില്ല, എയിലില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും എലമെന്റ് ഉണ്ടാവുമോ? എക്സ് എയിലുണ്ട് പക്ഷെ എക്സ് എയിലില്ല. ഒരേ സമയം ഉണ്ടെന്നും ഇല്ല എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താണ്, എ മൈനസ് എ എന്ന് പറഞ്ഞാല് ഫൈ ആണ്. നെക്സ്റ്റ് എന്താ, ഫൈ മൈനസ് എ. ഇതെങ്ങനെയാ വരിക, എക്സ് എന്ന് പറയുന്നത് ഫൈൽ ഉണ്ടാവും സച്ച് ദാറ്റ് എക്സ് ഡസൻ ബിലോങ്സ് ടു എ. എക്സ് എന്തിലില്ല, എയിലില്ല. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ഓൾറെഡി ഫൈവ് എന്നുള്ളത് എന്താണ്, ഒന്നും ഇല്ലാത്ത സെറ്റാണ്. അതിനൊന്ന് കുറക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാവോ? ഇല്ല. അത് അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക, ഫൈവ്. ഇനി നെക്സ്റ്റ് നോക്കുക, എ മൈനസ് ഫൈവ്. ഇവിടെ എന്താണ് ആൻസർ, എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് ഡസൻ ബിലോങ്സ് ടു ഫൈവ്. അപ്പം എക്സ് എന്ന് പറഞ്ഞത് ഫൈവിലില്ല. എക്സ് എവിടെയുള്ള എലമെന്റ് ആണ്, എയിൽ മാത്രമുള്ള എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുത്താൽ മതി, സെറ്റ് എ എന്ന് മാത്രം എടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് നോക്കൂ, എ കോംപ്ലിമെന്റ്, ഹോൾ കോംപ്ലിമെന്റ്. നമുക്കറിയാം ഇപ്പം ഇവിടെ യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ്, ഇതില് ഒരു സെറ്റ് എ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, എ എന്നുള്ള പോലെ റെപ്രസെന്റ് ചെയ്തു. ഈ എയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഭാഗം ഏതാണ്, ഇതാണ് അല്ലെ. എയുടെ കോംപ്ലിമെന്റ് വരുന്ന ഭാഗം ഇതാണ്. അപ്പം എ കോംപ്ലിമെന്റ് എന്താണ്, ഈ ഭാഗമാണ്. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ഈ എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ വീണ്ടും എവിടേക്കാ പോവാ, ഈ എ എന്ന് പറയുന്ന സെറ്റിക്കാണ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന റീജിയൻ ഏതാണ്, ഈ സർക്കിളിന്റെ പുറത്തുള്ള ഈ റീജിയൻ ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സർക്കിളിന്റെ ഉള്ളിലുള്ളതാണ്. അതെന്താണ്, എ ആണ്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എന്ത് പറയാൻ പറ്റും, എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മള് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Give an example of sets A and B such that A minus B subset of B, A minus B doesn't contained in B. അങ്ങനെയുള്ള രണ്ട് സെറ്റ്സിന് എക്സാമ്പിൾസ് ആണ് ചോദിച്ചത്. നമ്മളിവിടെ എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് 2, 4. സെറ്റ് 2, 4 എന്നുള്ളതിന് നമ്മൾ എ എന്ന് പറയുന്നത് സെറ്റ് 2, 4 എന്ന് എടുത്തു. അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റ് എന്തെടുത്തു എന്നറിയോ, 2, 4, 6. ഇനി നമുക്ക് നോക്കാം എ മൈനസ് ബി. എ മൈനസ് ബി സെറ്റ് എ മൈനസ് ബി എന്താണ്, എയിലുണ്ട് പക്ഷെ എന്തിലില്ല, ബിയിലില്ല. അങ്ങനെ ഏതെങ്കിലും സെറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റും, ഫൈ എന്ന് പറയാൻ വേണ്ടിട്ട് പറ്റും. നമുക്കറിയാം എല്ലാ എം ടി സെറ്റ് എന്ന് പറയുന്നതും എന്താണ്, എം ടി സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അപ്പൊ ഫൈ എന്നുള്ളതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബിയുടെ സബ്സെറ്റ് ആക്കിയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, എ മൈനസ് ബി സബ്സെറ്റ് ഓഫ് ബി. നമ്മൾ എം ടി സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ഏതൊരു എം ടി സെറ്റ്, അതായത് എല്ലാ എം ടി സെറ്റ് ആയിട്ടുള്ള ഫൈ എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അപ്പൊ ഫൈ എന്ന് പറയുന്നത് ഏത് നമ്മളൊരു സെറ്റ് കൺസിഡർ ചെയ്താലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇവിടെ നമ്മൾ ഈ എക്സാമ്പിൾ എ 2, 4 ബി 2, 4, 6 എടുത്തപ്പോഴും നമ്മൾ ഈ പ്രോപ്പർട്ടി എന്തായിട്ട് വന്നു, ഈക്വൽ ആയിട്ട് വന്നു. ഇനി നെക്സ്റ്റ് എന്താണ്, എ മൈനസ് ബി ഡസിൻ കണ്ടെയ്ൻഡ് ബി എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ എക്ക് എന്ത് കൊടുക്കാറോ, എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 എന്ന് കൊടുക്കാം. ബി ഇസ് ഈക്വൽ ടു സെറ്റ് 2, 4 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എയിലുണ്ട് പക്ഷെ ബിയിലില്ല. എയിലുണ്ട് ബിയിലില്ല. ഈ രണ്ട് സെറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ എലമെന്റ് ഏതാ കിട്ടുക, 3 അല്ലെ. എ മൈനസ് ബി എന്ന് പറയുന്നത് 3 ആണ്. ഈ 3 എന്ന് പറയുന്നത് ബിയിലുണ്ടോ? ഇല്ല. ഈ 3 എന്ന് പറയുന്നത് എന്താണ്, ഡസിൻ കണ്ടെയ്ൻഡ് ഇൻ ബി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എ മൈനസ് ബി
ഡസിൻ കണ്ടെയ്ൻഡ് ഇൻ. അപ്പൊ നമ്മളെ രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള രണ്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് എന്ത്? ഇന്റർസെക്ഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കോംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ എന്താണ് കോംപ്ലിമെന്റേഷൻ പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് അതിൽ വരുന്ന വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഇന്റർസെക്ഷൻ. ഇത് നോക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി ടു സബ്സെറ്റ്സ് ഓഫ് എ യൂണിവേഴ്സൽ സെറ്റ് യു. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിന്റെ രണ്ട് സബ്സെറ്റ് ആയിട്ട് എയും ബിയും എടുത്തു. ദ ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി വിൽ ബി ദ സെറ്റ് ഓഫ് എലമെന്റ്സ് ഓഫ് യു ദാറ്റ് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. ഇന്റർസെക്ഷൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, ഇതില് എ എന്ന് പറയുന്നതിലും ഉണ്ടാവും, അതേപോലെ ബി, ആ എലമെന്റ്സ് എ എന്ന് പറയുന്ന സെറ്റിലും ഉണ്ടാവും, അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റിലും ഉണ്ടാവും. ആ ഇന്റർസെക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഡിനോട്ട് ചെയ്യല് എങ്ങനെയാണ്? എ ഇന്റർസെക്ഷൻ ബി. നമ്മൾ ഈ റാ പോലെയുള്ള ഈ സിമ്പിൾ ആണ് നമ്മൾ ഇന്റർസെക്ഷൻ യൂസ് ചെയ്യുക. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്തിലുണ്ടായിരിക്കും? എന്തായാലും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ എന്തിലുണ്ട്? യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എയിൽ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും? ബി ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇന്റർസെക്ഷൻ എന്ന് പറയാം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നോക്കാം. അപ്പം വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇതാണ് എന്ത്? ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. അപ്പം ഇത് എന്താണ്? സെറ്റ് എ എന്ന് വിചാരിക്കുക, ഇത് സെറ്റ് ബി എന്ന് വിചാരിക്കുക. ഈ രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ കോമൺ ഏരിയയിൽ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? എ ഇന്റർസെക്ഷൻ ബി. അതായത് എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അങ്ങനത്തെ കുറച്ച് എലമെന്റ്സിനെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആൻഡ് ടി ബി ദ സെറ്റ് എക്സ് ബിലോങ്സ് ടു സെറ്റ് വിച്ച് ഡിവൈഡ്സ് 10. വാട്ട് ഈസ് എസ് ഇന്റർസെക്ഷൻ ടി? അതാണ് നമ്മളോട് ചോദിച്ചത്. എന്താണ് എസ് ഇന്റർസെക്ഷൻ ടി? എസ് എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം എസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? പ്രൈം നമ്പേഴ്സ് എസ് ഇസ് ഈക്വൽ ടു ഏതൊക്കെയാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7 എക്സെട്ര. ഇതാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞു ടി ബി ദ സെറ്റ് എക്സ് ബിലോങ്സ് ടു സെറ്റ് എക്സ് ഡിവൈഡ് സെറ്റ്. എക്സ് ടി എന്താണ്? ഇന്റീജർ നമ്പേഴ്സ് ആണ്. 10നെ ഡിവൈഡ് ചെയ്യണ ഇന്റീജർ നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ടി എന്ന് പറയുന്നത്. 10നെ ഡിവൈഡ് ചെയ്യണ ഇന്റീജേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം? 2, 5. ഓക്കെ, 2, 5 പിന്നെ 10. 2, 5 ഉണ്ട്, അതേപോലെ 10. ഇത് മൂന്നുമാണ് 10നെ ഡിവൈഡ് ചെയ്യുന്ന ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എസ് ഇന്റർസെക്ഷൻ ടി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നോക്കാം. എസിലും ഉണ്ട് ടിയിലും ഉണ്ട്. എന്തുണ്ട്? 2 ഉണ്ട്. എസിലും ടിയിലും 2 ഉണ്ട്. നെക്സ്റ്റ് 5. എസിലും ടിയിലും എന്തുണ്ട്? 5 ഉണ്ട്. അപ്പം എസ് ഇന്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് എന്താണ്? 2, 5. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ആൾ ഹ്യൂമൻ ബീങ്സ് ലിവിംഗ് ഇൻ ബീഹാർ, ബി ദ സെറ്റ് ഓഫ് ആൾ വുമൺ ആൻഡ് സി ബി ദ സെറ്റ് ഓഫ് ആൾ ഇന്ത്യൻ സിറ്റീസ്. ഡിസ്ക്രൈബ് എ ഇന്റർസെക്ഷൻ ബി ആൻഡ് എ ഇന്റർസെക്ഷൻ സി. എ എന്ന് പറഞ്ഞാല് ബീഹാറിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും, ബി എന്ന് പറഞ്ഞാല് എല്ലാ സ്ത്രീകളും, സി എന്ന് പറഞ്ഞാല് എല്ലാ ഇന്ത്യൻ സിറ്റികളും. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എ ഇന്റർസെക്ഷൻ ബി. എ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുമാണ്, ബി എന്ന് പറഞ്ഞാല് വുമൺ ആണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബീഹാറിൽ ജീവിക്കുന്ന എല്ലാ സ്ത്രീകളും. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കാം. എ ഇന്റർസെക്ഷൻ സി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീഹാറിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും. സി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇന്ത്യൻ സിറ്റികളും. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ബീഹാറിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും എല്ലാ ഇന്ത്യൻ സിറ്റികളും ഇല്ല, ഒരു കണക്ഷനും ഇല്ല. അപ്പൊ അത് തമ്മിൽ എന്തില്ല? ഒരു ഇന്റർസെക്ഷനും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു എംപ്റ്റി സെറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു തിയറമാണ്. നമ്മൾ ഇതില് ഒരു 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 9 തിയറംസിലെ പ്രപ്പോസൽസ് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പം അതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ. ഇങ്ങനെ സബ്സെറ്റിനെ നമ്മൾ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി വരും? ഒരു എലമെന്റ് എ ഇന്റർസെക്ഷൻ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എ സബ്സെറ്റ് ഓഫ് ബി ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എക്സ് ബിലോങ്സ് ടു ബി ആയിരിക്കണം. അപ്പൊ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി അല്ലെങ്കിൽ ഒന്നിന്റെ സബ്സെറ്റ് ആയിട്ട് ഒന്നിനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു എലമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എന്തിനേക്ക് ഇംപ്ലൈ ചെയ്താൽ മതി? ആ എലമെന്റ് സെക്കൻഡിലും ഉണ്ടെന്ന് ഇംപ്ലൈ ചെയ്താൽ മതി. അതേപോലെ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്യണം എന്നറിയാം?
എ സബ്സെറ്റ് ഓഫ് ബി അല്ലെങ്കിൽ എ കണ്ടെയ്ൻഡ് ഇൻ ബിയും അതേപോലെ ബി കണ്ടെയ്ൻഡ് ഇൻ എ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്താൽ എന്ത് പറയാൻ പറ്റും? രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറ്റും. ഈ കണ്ടെയ്ൻസ് സെറ്റ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു എലമെന്റ് എയിലുണ്ടെങ്കിൽ ആ എലമെന്റ് ബിയിലുണ്ട്, അതേപോലെ ഇവിടെ ഒരു എലമെന്റ് ബിയിലുണ്ടെങ്കിൽ ആ എലമെന്റ് എയിലുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ. അപ്പം ഇവിടെ സബ്സെറ്റിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റും. അപ്പം എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ ബി ഈ സബ്സെറ്റ് ഓഫ് എ. എക്സ് എന്ന എലമെന്റ് ഇവിടെ ഉള്ള പോലെ തന്നെ എക്സ് എന്തിലുണ്ട്? എയിൽ നിന്നുണ്ട് കിട്ടി. അപ്പൊ നമുക്ക് ഇതിനെ എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. നമ്മളെ നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് ബി. അത് സിമ്പിൾ ആണ്. ഇവിടെ എക്സ് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ പറഞ്ഞു. അതേപോലെ എക്സ് ബിലോങ്സ് ടു ബി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അപ്പൊ 1ഉം 2ഉം നമ്മൾ ഈസി ആയിട്ട് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് എ സബ്സെറ്റ് ഓഫ് ബി ഇംപ്ലൈസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ. നമുക്ക് തന്നിട്ടുള്ളത് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെന്നും പ്രൂവ് ചെയ്യണം. നമ്മൾ ആദ്യം എന്തെടുക്കാം? നമ്മൾ തേർഡ് വൺ അല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മള് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുള്ളതാണ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ എന്നുള്ളതാണ്. അപ്പം എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് 1ൽ നമുക്ക് കിട്ടി. നമ്മൾ എന്ത് മാത്രം പ്രൂവ് ചെയ്താൽ മതി? എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം എന്തെടുക്കുക? എക്സ് ബിലോങ്സ് ടു എ എടുക്കുക. ഇവിടെ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു ബി ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എക്സ് ബിലോങ്സ് ടു എയും എക്സ് ബിലോങ്സ് ടു ബിയും ആണെങ്കിൽ എക്സ് എന്തെങ്കിലും ഉണ്ടാവും? എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. അപ്പം ഇതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതേപോലെ 1ൽ നിന്ന് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ. അപ്പൊ ഇത് രണ്ടും കൂടി യോജിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഫോർത്ത് വൺ നോക്കുക. എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ. ഇത് സിമ്പിൾ ആണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ലല്ലേ. എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു അഗൈൻ എക്സ് ബിലോങ്സ് ടു എ. ഒരു എലമെന്റ് വീണ്ടും ഒരേ സെറ്റിലുണ്ട് പറയേണ്ട കാര്യമുണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് ആ സെറ്റിലുണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന് എന്ത് കിട്ടും? എ ഇന്റർസെക്ഷൻ എ ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. നെക്സ്റ്റ് നോക്കാം. എ ഇന്റർസെക്ഷൻ 5 ഇസ് ഈക്വൽ ടു 5 ആൻഡ് ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ 5. അങ്ങനെ രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു? സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യം നോക്കാം. എ ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ 5. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ 5. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു 5. എക്സ് ബിലോങ്സ് ടു എയിലുണ്ട്, എക്സ് ബിലോങ്സ് ടു 5. അങ്ങനെ ഒരു കാര്യം പോസിബിൾ ആണ്. ഇന്റർസെക്ഷൻ 5 ഇസ് ഈക്വൽ ടു 5 എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എയിലുണ്ട്, എക്സ് എന്ന് പറഞ്ഞാൽ 5ലുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? 5. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ 5 ഇസ് ഈക്വൽ ടു 5. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ബിയിലും പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ യു ഇസ് ഈക്വൽ ടു എ, ബി ഇന്റർസെക്ഷൻ യു ഇസ് ഈക്വൽ ടു ബി. അപ്പം ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് വെൻ ഡയഗ്രാം നോക്കിയാൽ മതി. നമ്മൾ വെൻ ഡയഗ്രാം യൂണിവേഴ്സൽ സെറ്റ് യു എടുക്കുക, സെറ്റ് എ എടുക്കുക. എ ഇന്റർസെക്ഷൻ യു തമ്മിൽ ഇന്റർസെക്ട് ചെയ്താൽ എന്താ കിട്ടുക? ഈ സെറ്റ് മാത്രമല്ലേ കിട്ടുള്ളൂ, യുയിലും എയിലുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ യു എന്ന് പറഞ്ഞാൽ എ ആണ്. അതേപോലെ സിമ്പിൾ ആയിട്ട് ഇനി ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് എടുക്കാം, യൂണിവേഴ്സൽ സെറ്റ് യു. ബി ഇന്റർസെക്ഷൻ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ബി തന്നെ പറയുന്ന സെറ്റാണ്. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അതായത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം രണ്ട് സെറ്റിന്റെ കാര്യത്തിൽ ഈക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം
എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ, അതേപോലെ ബി ഇന്റർസെക്ഷൻ എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ. ഈ കാര്യം പ്രൂവ് ചെയ്താൽ മതി. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി നോക്കാം. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ബിലോങ്സ് ടു എ. ഇതിന് വീണ്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു ബി ഇന്റർസെക്ഷൻ എ. ഇവിടെ എന്താ കിട്ടി? എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ ഡി. ഈ സെയിം സാധനം റിവേഴ്സിൽ ചെയ്താലും മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? ബി ഇന്റർസെക്ഷൻ എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. അതായത് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണ്. നെക്സ്റ്റ് നോക്കാം. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു എലമെന്റ് എടുക്കാം. എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി. എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് എയിലുണ്ട്, പക്ഷെ എക്സ് എന്തിലില്ല? ബിയിലില്ല. അങ്ങനെയല്ലേ നമ്മള് മൈനസ് പഠിച്ചിട്ടുള്ളത്? എക്സ് എന്ന് പറയുന്നത് എയിലുണ്ട്, പക്ഷെ എക്സ് എന്ന് പറയുന്നത് ബിയിലില്ല. അപ്പം ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിയിലില്ല എന്ന് പറയുമ്പോൾ എക്സ് എവിടെ ഉണ്ടാവും? എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ്. ബിയുടെ കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അപ്പം എക്സ് ബിയിലില്ല എന്ന് പറയുമ്പോൾ എക്സ് എവിടെ ഉണ്ടാവും? ബി കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എ മൈനസ് ബി സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇനി നമ്മൾ ഇതിനെ തിരിച്ച് ഇതിന്റെ സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമ്മൾ എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ്. എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ബിലോങ്സ് ടു എ ആൻഡ് എക്സ് എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ്. എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എക്സ് എവിടെ ഇല്ല? ബിയിലില്ല. മേലത്തെ അത് അതേപോലെ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എക്സ് ഡസൻ ബിലോങ്സ് ടു ബി എന്ന് പറയാൻ പറ്റും. അപ്പം ഇതെന്താണ്? എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ മൈനസ് ബി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് ഈക്വൽ ആണെന്ന് കിട്ടും. The last one, if C is a subset of U such that C subs contained in A and C contained in B, then C is contained in A intersection B. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ തിയറത്തിന്റെ ലാസ്റ്റ് പ്രൊപ്പോസൽ ആണ്. അതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് നോക്കാം. ആദ്യം നമ്മൾ എക്സ് ബിലോങ്സ് ടു സി എന്നെടുക്കാം. എക്സ് ബിലോങ്സ് ടു സി. അവിടെ തന്നിട്ടുണ്ട് എന്താണ്? സി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? സി സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എക്സ് എന്ന് പറയുന്ന എലമെന്റ് സി എന്നുള്ള സെറ്റിൽ എടുത്തു. അവിടെ എന്ത് തന്നിട്ടുണ്ട്? സി എന്നുള്ളത് എയുടെ സബ്സെറ്റ് ആണ്, അതേപോലെ സി എന്നുള്ളത് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ നിന്ന് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറയാൻ പറ്റും. എക്സ് എയിലുണ്ട്, എക്സ് ബിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഒബ്വിയസ് ആയിട്ട് എവിടെ ഉണ്ടാവും? എ ഇന്റർസെക്ഷൻ ബിയിലുണ്ടാവും. അപ്പൊ നമ്മുടെ ആൻസർ ആയില്ല. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സി സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എക്സ് എന്ന് പറയുന്ന സിയിലുണ്ടെങ്കിൽ എക്സ് എവിടെയുണ്ട്? എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട്. അപ്പൊ സി സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പം നമ്മൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാ തിയറത്തിന്റെ പോസ്റ്റുലേറ്റ്സും നമ്മൾ പ്രൂവ് ചെയ്തു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് മ്യൂച്വലി ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ് സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ 5 then എ ആൻഡ് ബി ആർ കാൾഡ് മ്യൂച്വലി ഡിസ്ജോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഡയഗ്രം വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
നമ്മളൊരു യൂണിവേഴ്സൽ സെറ്റ് യു എടുക്കാം, വേറെ സെറ്റ് എ എടുക്കാം, ഒരു സെറ്റ് ബി എടുക്കാം. ഈ സെറ്റുകൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. യൂണിയനോ കോംപ്ലിമെന്റേഷനോ അങ്ങനെ കോംപ്ലിമേഷൻ ഉണ്ടാവും. ഈ ഇന്റർസെക്ഷൻ ഒന്നുമില്ല അതായത് അതുകൊണ്ടാണ് ഇത് തമ്മിലും കോമൺ ആയിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ ഈ രണ്ട് സെറ്റിനെ നമ്മൾ എന്ത് പറയും? മ്യൂച്വലി ഡിസ്റ്റോയിന്റ് ഓർ എൽസ് ഡിസ്റ്റോയിന്റ്. ഇങ്ങനെ രണ്ട് സെറ്റിനെയാണ് നമ്മൾ ഡിസ്റ്റോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? Let A, B, C be the sets of multiples of 3, 6, 10 in natural numbers, then obtain A intersection B intersection C. Venn diagram യൂസ് ചെയ്തിട്ട് ഇത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് A എന്ന് പറഞ്ഞ സെറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സെറ്റ് എ. സെറ്റ് എ എന്താണ് പറഞ്ഞത്? മൾട്ടിപ്പിൾസ് ഓഫ് 3. അപ്പൊ എന്താ വരിക? 3, 6, 9, 12, 18. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 6ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു. അപ്പൊ 6, 12, 18, 24 ഇതിങ്ങനെ പോയി. നെക്സ്റ്റ് സി എന്ന് പറയുന്ന സെറ്റോ 10ന്റെ മൾട്ടിപ്പിൾസ്. അത് 10, 20, 30, 40. ഓക്കെ, ദിസ് വൺ കണ്ടീഷൻസ് ആയിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. നമുക്ക് ആദ്യം നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം എ ഇന്റർസെക്ഷൻ ബി നോക്കാം. 3ന്റെയും 6ന്റെയും മൾട്ടിപ്പിൾസ് ആണ് നോക്കാൻ പറഞ്ഞത്. അപ്പൊ എന്താക്കി വരും? 6 വരും, 12 വരും, 18 വരും, 24 വരും, 3. അത് രണ്ടും സിന്റെയും 6ന്റെയും മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇനി നെക്സ്റ്റ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അതായത് 3ന്റെയും 6ന്റെയും മൾട്ടിപ്പിൾസ് ആവണം, അതേപോലെ തന്നെ 10ന്റെ മൾട്ടിപ്പിൾസ് ആവണം. അപ്പൊ ഒബ്വിയസ്ലി നമുക്കറിയാം അതിൽ എന്തൊക്കെ വരുള്ളൂ? 30, 60, 90, പിന്നെ 120. ഓക്കെ, അങ്ങനെ 30, 60, 90 തേർട്ടീസിന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ എന്ത് വരുള്ളൂ? അവിടെ വരുള്ളൂ. കാരണം എന്താ അറിയോ? ഈ 3, 6, 10 ഇതിന്റെ മൂന്നിന്റെയും LCM എന്താണ്? 30 ആണ്. അപ്പൊ എങ്ങനെ ആയാലും 30യുടെ മൾട്ടിപ്പിൾസ് എന്തിൽ വരുള്ളൂ? അതിന്റെ മൂന്നെണ്ണത്തിന്റെയും ഇന്റർസെക്ഷനിൽ വരുള്ളൂ. അപ്പൊ നമ്മളിവിടെ ലിസ്റ്റിംഗ് മെത്തേഡിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഈ സൊല്യൂഷനിൽ എന്തിൽ പറഞ്ഞത്? മറ്റ് റോസ്റ്റർ ബിൽഡർ ഫോമിൽ പറഞ്ഞത്. എ എന്ന് പറയുന്നത് എക്സിന്റെ മൾട്ടിപ്പിൾസ് ആണ് പറഞ്ഞു, ബി 6ന്റെ മൾട്ടിപ്പിൾസ്, സി 10ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ അതിന്റെ മൂന്നിന്റെ ഇന്റർസെക്ഷൻ വരുമ്പോൾ 30യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടേ വരുള്ളൂ. അപ്പം 30യുടെ മൾട്ടിപ്പിൾസ് ആണ് എന്ത് വരിക? ഇവിടെ ഇന്റർസെക്ഷന്റെ കോമൺ ആയിട്ട് വരിക. എ എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ, അതിന്റെ ഉള്ളിൽ പിന്നെ വരെയുള്ളൂ 6ന്റെ മൾട്ടിപ്പിൾ. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും 3, 6, 9 അതിന്റെ സബ്സെറ്റ് ആയിട്ട് എന്ത് വരുള്ളൂ? ബി വരുള്ളൂ. പിന്നെ സി എന്ന് പറയുന്നത് 10ന്റെ മൾട്ടിപ്പിൾസ്, പക്ഷെ അതിൽ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 30യുടെ മൾട്ടിപ്പിൾസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വെൻ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് നോക്കാം. ദ ഇന്റർസെക്ഷൻ ഓഫ് n സെറ്റ്സ് a1, a2, etc. an in a universal set U is defined to be the set x belongs to U such that x belongs to a for every I belong equal to 1 to n. This is അതായത് കുറേ സെറ്റ്, നമ്മളിപ്പോ 3 സെറ്റിന്റെ ഇന്റർസെക്ഷൻ പറഞ്ഞു, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് n നമ്പേഴ്സ് ഓഫ് ഇന്റർസെക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്തതാണ്. ഓവറോൾ ഇന്റർസെക്ഷൻ I is equal to 1 to n ai. ഐ എന്ന് പറയുന്നത് 1 വരുമ്പോ എന്ത് വരും? A1 ഇന്റർസെക്ഷൻ A2. ഐ എന്ന് പറയുന്നത് 4 വരുമ്പോ എന്ത് വരും? A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ A3 ഇന്റർസെക്ഷൻ X. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. എസ് എന്ന് പറഞ്ഞാൽ P/Q ബിലോങ്സ് ടു Q. ഒരു റാഷണൽ നമ്പർ ആണ്. വെർ P/Q is equal to 1/2. ടി എന്ന് പറഞ്ഞാൽ 1/n ആണ്. n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എസ് ഇന്റർസെക്ഷൻ ടി ഇന്റർസെക്ഷൻ Q ആണ്. അപ്പം നമ്മൾ ആദ്യം എന്താണ് സെറ്റ് എസ് എന്ന് നോക്കാം. സെറ്റ് എസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? P/Q ഫോർമുലാണ്, പക്ഷെ എന്തിനോട് ഈക്വൽ ആണ്? 1/2നോട് ഈക്വൽ ആയിട്ടുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സും. അപ്പൊ ഏതൊക്കെ വരും? 1/2 വരും, 2/4 വരും, 3/6 വരും, 4/8 വരും, ഓക്കെ എക്സെട്ര. ഇതിങ്ങനെ കണ്ടിന്യൂ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു 1/n ആണ്. n എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ ആദ്യം 1/1, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് 1 എന്ന് പറയാം. നെക്സ്റ്റ് 1/2, പിന്നെ 1/3, 1/4, 1/5 എക്സെട്ര. ഇതായിരിക്കും എന്ത്? എസ് ഇന്റർസെക്ഷൻ ടി എന്ന്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പം എസും ടിയും ഓൾറെഡി നമുക്കറിയാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പം എസ് ഇന്റർസെക്ഷൻ ടി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറയുന്നത് എന്തായാലും എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പൊ ഇവിടെ ക്യൂവിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എസ് ഇന്റർസെക്ഷൻ ടി മാത്രം നോക്കിയാൽ മതി. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതായിരിക്കും ഇവിടെ വരിക. യെസ്, 1/2. അപ്പൊ ഇതിന്റെ ആൻസർ വരിക 1/2 ആയിരിക്കും.
നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് അനദർ ടു സച്ച് എ ആൻഡ് ബി ഡിഫറെന്റ് ഫ്രം എസ് ആൻഡ് ടി സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എസ് ഇന്റർസെക്ഷൻ ടി. നമുക്കറിയാം എസ് ഇന്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം എസും ടിയും അല്ലാത്ത വേറൊരു എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ടിലും 1/2 വരുന്ന ഏതൊരു സെറ്റും എടുക്കാം. അപ്പൊ 1/2 5 എന്നുള്ളത് ബി എന്ന് എടുക്കാം. അതേപോലെ ബി എന്ന് പറയുന്നത് 1/2 10 എന്ന് എടുക്കാം. അപ്പം ഇവിടെ നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരിക, നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. രണ്ട് സെറ്റിലും 1/2 കോമൺ ആയിട്ട് എടുത്താൽ മതി. ആ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, എ ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു 3 4 5 6, സി എന്ന് പറഞ്ഞാൽ 1 4 7 8. ഇതിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കാണാം. പിന്നെ ഇതിനൊക്കെ എന്ത് യൂസ് ചെയ്തിട്ട് കാണാം, നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്യാം. ആദ്യം നമ്മളോട് ചോദിച്ചത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കാണാനാണ്. അപ്പം ഈ 3 സെറ്റ് നോക്കിയാൽ തന്നെ ഇതിൽ 3ലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്, യെസ് 4. അപ്പൊ ഇതിന്റെ 3ന്റെ ഇന്റർസെക്ഷൻ വരുന്നത് 4 ആണ്. ഇനി നെക്സ്റ്റ് ചോദിച്ചത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അത് വെരിഫൈ ചെയ്യാനാണ്. അപ്പൊ നമ്മളിവിടെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്താന്ന് പറഞ്ഞു, 4 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കണ്ടേ എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി ഏതൊക്കെയാ, 1 2 3 4 ഉണ്ട്, 3 4 5 6 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഓക്കെ 3യും 4ഉം. പിന്നെ സെറ്റ് സി, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. സിയിലും എ ഇന്റർസെക്ഷൻ ബിയിലും കോമൺ ആയിട്ട് വരുന്നത്, ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഏതാണ് 4. അത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ബി ഇന്റർസെക്ഷൻ സി, സെക്കൻഡ് വൺ നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബി ഇന്റർസെക്ഷൻ സി, ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്നത് 4 തന്നെ ഉള്ളൂ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എയിലും ബി ഇന്റർസെക്ഷൻ സിയിലും കോമൺ ആയിട്ട് വരുന്നത് സെറ്റ് 4. രണ്ടും പോയിന്റ്. ഇനി തേർഡ് വൺ നോക്കാം. ഇവിടെ എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ ബി ഇന്റർസെക്ഷൻ സി എന്തിനോട് ഈക്വൽ ആയിരിക്കും, സി ഇന്റർസെക്ഷൻ ബിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. നെക്സ്റ്റ് നോക്കാം. ഇഫ് എ ഇസ് ഈക്വൽ ടു 6 and n belongs to n, b is equal to 4 and n belongs to n, and c is the set of prime numbers, then find a intersection b intersection c. എ എന്ന് പറയുന്നത് 6n ആണ്. അതായത് എ എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇതൊക്കെയാ 6 12 18 ഇങ്ങനെ പോകും. ബി എന്ന് പറയുന്നതോ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4 8 12 16 ഇങ്ങനെ പോകും. സി എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ, 2 5 7 11 13 prime numbers. ഇനി എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നമ്പർ അല്ലാത്ത വേറെ ഒരു നമ്പറും ഫാക്ടർ ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി 6 എന്താണ്, അവിടെ അതിന്റെ ഒരു ഫാക്ടർ ആണ്. ബി എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അവിടെയും 4 എന്താണ്, അതിന്റെ ഒരു ഫാക്ടർ ആണ്. അപ്പൊ ഇതിന്റെ 3ന്റെയും ഇന്റർസെക്ഷൻ വരുന്ന ഒരു എലമെന്റ് ഉണ്ടാവോ, ഇല്ല. കാരണം എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്തായിട്ട് മാറും, 5 ആയിട്ട് വരും. കാരണം ഇവിടെ എ എന്ന് പറഞ്ഞാൽ 6ന്റെ മൾട്ടിപ്പിളും ബി 4ന്റെ മൾട്ടിപ്പിളും ആണ്. അപ്പൊ എന്തായാലും അത് 3ലും ഇന്റർസെക്ട് ചെയ്യണ ഒരു നമ്പറും ഉണ്ടാകും. അപ്പൊ നമ്മൾ സെറ്റ് എന്താ പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിച്ചു. അതിന്റെ 2 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു.